അശ്ലീലം എന്ന് വിവക്ഷിക്കുന്നത്. അശ്ലീലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്, ഏത് രീതിയിലാണത് വിവക്ഷിക്കേണ്ടതെന്ന് നമുക്കിപ്പോഴും അറിയാത്തൊരവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും അതറിയാത്തൊരവസ്ഥയുണ്ട്. എന്താണ് ഇവർ അശ്ലീലം എന്ന് ഉദ്ദേശിക്കുന്നത്? നഗ്നതയാണോ അശ്ലീലം? ആ നഗ്നത അശ്ലീലമാകുന്നെങ്കിൽ ഇന്ത്യൻ സംസ്കാരം തന്നെ നമുക്ക് പൊളിച്ചെഴുതേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, നഗ്നതയെ ഏറ്റവും മനോഹരമായി കാണിച്ചിട്ടുള്ള എത്രയോ ചുമർ ചിത്രങ്ങളും എത്രയോ ചിത്രകാരന്മാരുടെ അതിമനോഹരമായ ഭാവനകളും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അതിൻ്റെയൊക്കെ എല്ലാ സാംസ്കാരിക ബോധത്തോടു കൂടിയും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനസമൂഹം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സിനിമയിൽ ഒരു നഗ്നരംഗം കാണിച്ചാൽ അത് അശ്ലീലമാക്കുകയും അത് ആഭാസമാകുകയും എന്നുള്ള രീതിയിൽ കാലാകാലങ്ങളിലായി അത് കട്ട് ചെയ്യാനായിട്ട് സെൻസർ ബോർഡ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഇരകളായിട്ടുണ്ട്, അതൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാന തിരയാണ് കഥകളിയുടെ സംവിധായകൻ സിജോ. അദ്ദേഹമാണ് ഏറ്റവും മുൻനിരയിലിരിക്കുന്നത്. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് ഏത് അന്താരാഷ്ട്ര മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ എടുക്കുന്ന സംവിധായകനുണ്ട്, അല്ലെങ്കിൽ ഏത് വർഷമെടുത്ത സിനിമയാണെന്നുള്ള കാറ്റഗറിയിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ സംവിധായകർ, പുതിയ പ്രതിഭകൾക്ക് ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് സ്വാധീനമില്ല, പണമില്ല, സത്യമാണ്, നീതിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. 5 രൂപയുടെ റേഷനരി വാങ്ങിക്കാനായിട്ട് റേഷൻ കടയിൽ ചെല്ലുമ്പോൾ റേഷൻ കടക്കാരൻ പറയാണ്, എനിക്ക് തരാൻ മനസ്സില്ല, നിങ്ങൾ വേണമെങ്കിൽ ചെന്നൈയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ പോയി വാങ്ങിച്ചോളൂ. അപ്പോൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു കലാകാരൻ്റെ അവസ്ഥയാണ് ഇവിടെ, ദുര്യോഗമായ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.